ഹായ് ഫ്രണ്ട്സ്, ആർഫറയുടെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അഥവാ സ്മാർട്ട് മണി എന്നറിയപ്പെടുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും, അപ്പോൾ ഇത്തരത്തിലുള്ള ബിഗ് പ്ലെയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും അതിൻ്റെ ഭാവി സാധ്യതകളെക്കുറിച്ചും ഒക്കെ ആഴത്തിൽ പഠിക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങളുണ്ടാവും. അപ്പോൾ അത്രമാത്രം റിസർച്ച് ടൂളുകൾ അവരുടെ കയ്യിലുണ്ട്. കൂടാതെ കമ്പനികളെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് അവരുടെ മാനേജ്മെൻറ്റ് കയ്യിൽ നിന്നും ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ ഇത്തരത്തിലുള്ള ബിഗ് സ്മാർട്ട് മണികൾക്ക് കഴിയും. അപ്പോൾ പലപ്പോഴും ഇവർ ഒരു സ്റ്റോക്കിൽ അവരുടെ തീരുമാനം എടുത്തു കഴിഞ്ഞ ശേഷമായിരിക്കും നമ്മുടെ മീഡിയകളിലും അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളിലുമൊക്കെ ഈ സ്റ്റോക്കുകളെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ അറിയുക. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ കാര്യം അറിയുമ്പോഴേക്കും സ്മാർട്ട് മണി ഓൾറെഡി എൻട്രി എടുത്തിട്ടുണ്ടാവും. അപ്പോൾ സാധാരണഗതിയിൽ ഇവർ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയുക എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവരൊരു സ്റ്റോക്കിൽ ഫ്രഷ് ബൈ നടത്തിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ അവർ ഏതൊക്കെ സ്റ്റോക്കുകളാണ് സെല്ല് ചെയ്തത്, ഇതൊക്കെ നമ്മൾ അറിയാൻ കുറേ സമയമെടുക്കും. അപ്പോൾ ലിസ്റ്റ് ചെയ്ത എല്ലാ കമ്പനികളും അവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഷെയർ ഹോൾഡിംഗ് ഡീറ്റെയിൽസ് ഓരോ 3 മാസം കൂടുമ്പോഴും അവർ എക്സ്ചേഞ്ചിൽ സമർപ്പിക്കണം. അപ്പോൾ പൊതുവേ നമുക്ക് വിശദമായ ഒരു ഡീറ്റെയിൽസ് ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലുണ്ടായ ചേഞ്ചസ് ഒക്കെ നമ്മൾ അറിയണമെങ്കിൽ 3 മാസം എടുക്കും. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ക്വാർട്ടർ അവസാനിച്ച് 21 ദിവസത്തിനുള്ളിൽ കമ്പനികൾ NSEയിൽ ഇത്തരം റിപ്പോർട്ടുകൾ കൊടുക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് Q4 അവസാനിക്കുന്നത് മാർച്ച് 31-നാണ്. അപ്പോൾ ഏപ്രിൽ 21-നകം തന്നെ ഇവർ ഈ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഡീറ്റെയിൽസ് എക്സ്ചേഞ്ചുകളിൽ സമർപ്പിക്കണം. പക്ഷെ അവിടെയും വേറൊരു പ്രശ്നമുണ്ട്. കാരണം ഒരു കമ്പനിയുടെ മൊത്തം ഷെയറിൻ്റെ 1% കൂടുതൽ കൈവശം വെക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, FIIs ആയാലും DIIs ആയാലും, അവരുടെ വിവരങ്ങൾ മാത്രമേ ആ റിപ്പോർട്ടിൽ പ്രത്യേകമായിട്ട് എടുത്തു കാണിക്കാൻ നിർബന്ധമുള്ളൂ. അപ്പോൾ 1% താഴെയാണ് ഇൻവെസ്റ്റ്മെൻ്റ് എങ്കിൽ അവിടെ അതേഴ്സ് അല്ലെങ്കിൽ പബ്ലിക് തുടങ്ങിയ കാറ്റഗറികളിലേക്ക് മാത്രമേ നമുക്ക് ഈ ഇൻവെസ്റ്റേഴ്സിനെ കാണാൻ കഴിയുള്ളൂ. എന്നാൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു കമ്പനിയുടെ 0.5% കൂടുതൽ ഷെയറുകൾ ഒരു ദിവസം തന്നെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്താൽ ആ വിവരം അന്ന് തന്നെ എക്സ്ചേഞ്ച് പുറത്തുവിടും. അപ്പോൾ അത് 1% ആകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇത് ഘട്ടം ഘട്ടമായിട്ട് ഷെയർ ഹോൾഡിംഗ് ഉയർത്തിക്കൊണ്ടുവരുന്ന സ്മാർട്ട് മണികളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് ഒരു ദിവസം കൊണ്ട് ആ ഡാറ്റ നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ അവിടെയും നമ്മൾ ഈ പറയുന്ന പോലെ ക്വാർട്ടർലി ഡിസ്ക്ലോഷറിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കണം. അപ്പോൾ ഇത്തരത്തിൽ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് കമ്പനിയുടെ പേര് സെർച്ച് ചെയ്തുകൊണ്ട് കോർപ്പറേറ്റ് ഡിസ്ക്ലോഷർ എന്ന സെക്ഷനിൽ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുക. അവിടെ നമുക്ക് കൃത്യമായിട്ടുള്ള ഡാറ്റകൾ ലഭിക്കും. ഇതുകൂടാതെ തേർഡ് പാർട്ടി വെബ്സൈറ്റുകളായിട്ടുള്ള ട്രെൻഡ് ലൈന്, screener.in തുടങ്ങിയ സൈറ്റുകളിലും കുറച്ചുകൂടി വിശ്വാസയോഗ്യമായ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചുരുക്കത്തിൽ കൃത്യമായ പേര് വിവരങ്ങൾ അറിയാൻ ക്വാർട്ടർ റിപ്പോർട്ടുകൾ തന്നെ വേണം. ഏതായാലും ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ല ഒരു ശരാശരി സാധാരണ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം സ്മാർട്ട് മണി ഒരു സ്റ്റോക്കിൽ ഇൻട്രസ്റ്റ് കാണിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ആ കമ്പനി അടുത്ത ഒരു സാമ്പത്തിക വർഷം നല്ല പ്രകടനം നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ FIIsഉം DIIsഉം ഒരേപോലെ ഒരു സ്റ്റോക്കിൽ അവരുടെ സ്റ്റേക്ക് വർദ്ധിപ്പിക്കുമ്പോൾ ആ ഓഹരിയിൽ വിപണിയിൽ നല്ലൊരു ഫ്ലോർ പ്രൈസ് കിട്ടാൻ അത് സഹായിക്കും. കാരണം മാർക്കറ്റ് ഇടിയുമ്പോൾ ഇത്തരം സ്റ്റോക്കുകൾ വലിയ തോതിൽ താഴോട്ടേക്ക് പോകാതെ അതിനെ പിടിച്ചു നിർത്താൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹോൾഡിങ്ങിന് കഴിയും. കാരണം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്കുകൾ വാങ്ങുന്നത് കുറച്ചുകൂടി ലോങ് ടേം വ്യൂ പോയിന്റിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ഷോർട്ട് ടേം വളറ്റിലിറ്റി ആ സ്റ്റോക്കിൽ കുറയും. കൂടാതെ വലിയ നിക്ഷേപകർ വരുന്നതോടെ ആ സ്റ്റോക്കിൽ ഇടപാടുകൾ കുറച്ചും കൂടി സ്മൂത്ത് ആവുകയും ലിക്വിഡിറ്റി വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ Q4 ഡാറ്റകളൊക്കെ പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ വന്ന ചേഞ്ചസ് നിരീക്ഷിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഈ Q4 റിസൾട്ട് പ്രസിദ്ധീകരിച്ച പല കമ്പനികളിലും FIIsഉം DIIsഉം ഓരോ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചതായിട്ട് കാണാം. അത്തരത്തിലുള്ള ഒരു 10 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. അതിലൊരു സ്റ്റോക്ക് കോൾ ഇന്ത്യ ആണ്. അതിൽ FIIsന്റെ ഹോൾഡിംഗ് 0.16% വർദ്ധിച്ചതായിട്ട് കാണാം. അതുപോലെ തന്നെ DIIsന്റെ ഹോൾഡിംഗ് 0.23% വർദ്ധിച്ചതായിട്ട് കാണാം. കഴിഞ്ഞ ഒരു മാസം കോൾ ഇന്ത്യ ഏകദേശം 7% റിട്ടേൺ നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കോൾ ഇന്ത്യ നമുക്കറിയാം FY27 അവരുടെ ഉൽപ്പാദന ലക്ഷ്യം വെച്ചിട്ടുള്ളത് 750 മെട്രിക് ടണ്ണാണ്. അതുകൊണ്ട് തന്നെ ലോങ് ടേമിൽ ഒരു സാധ്യത തന്നെയാണ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഉയർന്ന ഡിവിഡൻഡ് ഈൽഡ് കൂടി നൽകുന്ന ഒരു സ്റ്റോക്ക് കൂടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു അട്രാക്ഷൻ കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. മറ്റൊരു സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ സിങ്ക് ആണ്. ഇവിടെ FIIsന്റെ ഹോൾഡിംഗ് 0.85% വർദ്ധിച്ചിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹോൾഡിംഗ് 0.16% വർദ്ധിച്ചതായിട്ട് കാണാം. അപ്പോൾ കഴിഞ്ഞ ഒരു മാസം 13% റിട്ടേൺ ഹിന്ദുസ്ഥാൻ സിങ്ക് നൽകിയിട്ടുണ്ട്.
അപ്പോൾ ഇവരുടെ പാരന്റ് കമ്പനിയായിട്ടുള്ള വേദാന്തയുടെ ഡീമേർജറിന്റെ ആ ഒരു നീക്കങ്ങളും അതുപോലെ തന്നെ സിങ്ക് വിലയിൽ വന്നിട്ടുള്ള ഗ്ലോബൽ ലെവലിൽ വന്നിട്ടുള്ള മാറ്റങ്ങളുമൊക്കെ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിച്ചിട്ടുണ്ട്. കൂടാതെ വലിയ ഡിവിഡൻഡ് നൽകുന്ന ഒരു കമ്പനി എന്നുള്ള നിലയിലും ഹിന്ദുസ്ഥാൻ സിങ്ക് പൊതുവെ ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കുന്നത് കാണാം. മറ്റൊരു സ്റ്റോക്ക് ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ആണ്. ഇതിന്റെ FII ഹോൾഡിംഗ് 0.23% ആണ് കഴിഞ്ഞ ക്വാർട്ടറിൽ വർദ്ധിച്ചത്. അതുപോലെ DISന്റെ ഹോൾഡിംഗ് 0.13% വർദ്ധിച്ചിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസം ഇത് 36% റിട്ടേൺ നൽകിയതായിട്ടും കാണാം. അപ്പോൾ ഏപ്രിൽ മാസം വൻ കുതിപ്പാണ് ഈ സ്റ്റോക്ക് നടത്തിയിട്ടുള്ളത്. ഇതിന്റെ Q4 റിസൾട്ടിൽ ഉണ്ടായിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് വർധനവാണ് അതിന് പ്രധാനമായിട്ട് സഹായിച്ചത്. കൂടാതെ EV ബാറ്ററികൾക്കായിട്ടുള്ള കെമിക്കൽ നിർമ്മാണ രംഗത്തിലേക്ക് മാറുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്യൂച്ചർ ഗ്രോത്ത് സാധ്യതകളും വളരെ പോസിറ്റീവായിട്ടാണ് മാർക്കറ്റ് കാണുന്നത്. അടുത്തൊരു സ്റ്റോക്ക് യെസ് ബാങ്ക് ആണ്. ഇതിൻ്റെ FII ഹോൾഡിംഗ് 0.68% വർദ്ധിച്ചിട്ടുണ്ട്. DIA ഹോൾഡിംഗും 0.69% വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ മാസം ഇത് 11% റിട്ടേൺ നൽകിയിട്ടുണ്ട്. അപ്പോൾ വളരെ കാലത്തിന് ശേഷമാണ് FIS ഈ യെസ് ബാങ്കിൽ ഇപ്പോൾ താല്പര്യം കാണിച്ചു തുടങ്ങിയത്. അത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. യെസ് ബാങ്കിൻ്റെ Q4 റിസൾട്ടുകളും മോശമല്ലാത്ത രീതിയിലാണ് വന്നിട്ടുള്ളത്. മറ്റൊരു ബാങ്കിങ് സ്റ്റോക്ക് FISും DISും ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയാണ്. FISന്റെ ഹോൾഡിംഗ് 0.63%, DISന്റെ 0.40% വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ മാസം 20% റിട്ടേൺ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഇൻവെസ്റ്റേഴ്സ് നൽകിയിട്ടുണ്ട്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെയും നല്ലൊരു പെർഫോമൻസ് ആണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ കഴിയുക. PSU ബാങ്കുകളിൽ ഒരുപക്ഷെ ഏറ്റവും അധികം NPA കുറഞ്ഞ ബാങ്കുകളിലൊന്നാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. അപ്പോൾ ഇവരുടെ ആ ഒരു അസറ്റ് ക്വാളിറ്റി തന്നെയാണ് ഈ സ്റ്റോക്കിൽ പൊതുവെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കുന്നത്. അടുത്തൊരു സ്റ്റോക്ക് ഏഞ്ചൽ വൺ ആണ്. FISന്റെ ഹോൾഡിംഗ് 0.36% കഴിഞ്ഞ ക്വാർട്ടറിൽ വർദ്ധിച്ചിട്ടുണ്ട്. DIS ഹോൾഡിംഗ് 0.77% വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ മാസം 28% റിട്ടേൺ ഈ സ്റ്റോക്ക് നൽകിയതായിട്ട് കാണാം. ഏഞ്ചൽ വണ്ണിൻ്റെയും Q4 റിസൾട്ട് നന്നായി വന്നു. അതുകൂടാതെ തന്നെ ഇവരുടെ ക്ലയൻറ്റ് ബേസ് 20% വർദ്ധിച്ചിട്ട് ഏകദേശം 3.74 കോടിയിലെത്തിയതായിട്ട് കാണാം. നിലവിൽ നല്ല തോതിലുള്ള ആക്റ്റീവ് ക്ലയൻസ് ഉള്ള ഒരു ബ്രോക്കിംഗ് സ്ഥാപനമായിട്ടാണ് നമുക്ക് ഏഞ്ചൽ വൺ കാണാൻ കഴിയുന്നത്. FISും DIS ഹോൾഡിംഗ് വർദ്ധിപ്പിച്ച മറ്റൊരു ഫൈനാൻഷ്യൽ സെഗ്മെന്റിലുള്ള സ്റ്റോക്ക് എഡിൽവൈസ് ഫൈനാൻഷ്യൽ സർവീസ് ആണ്. ഇതിന്റെ ഇവിടെ FIA ഹോൾഡിംഗ് 0.61%, DIA ഹോൾഡിംഗ് 0.73% വർദ്ധിച്ചതായിട്ട് കാണാം. കഴിഞ്ഞ ഏപ്രിൽ മാസം ഏകദേശം 7% റിട്ടേൺ ഈ സ്റ്റോക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പൊതുവെ മ്യൂച്വൽ ഫണ്ട്, ഇൻഷുറൻസ് മേഖലയിലുള്ള ഗ്രോത്താണ് എഡിൽവൈസിലേക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടുതൽ ആകർഷിക്കപ്പെടാൻ ഒരു കാരണമായിട്ട് കാണുന്നത്. ഫൈനാൻഷ്യൽ സെഗ്മെന്റിലുള്ള മറ്റൊരു സ്റ്റോക്ക് ടാറ്റ ക്യാപിറ്റലാണ്. FISന്റെ ഹോൾഡിംഗ് ഇവിടെ 0.25% കഴിഞ്ഞ ക്വാർട്ടറിൽ വർദ്ധിച്ചിട്ടുണ്ട്. DISന്റെ 0.27% വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു മാസം ഏകദേശം 9% റിട്ടേൺ ടാറ്റ ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സ് നൽകിയതായിട്ട് കാണാം. അപ്പോൾ ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഡൈവേഴ്സിഫൈഡ് NBFC ആണ് ടാറ്റ ക്യാപിറ്റൽ. അവരുടെ ലോൺ ബുക്കിലും അസറ്റ് അണ്ടർ മാനേജ്മെന്റിലും വമ്പിച്ച വർധനവ് കഴിഞ്ഞ ക്വാർട്ടറിൽ ഏർപ്പെടുത്തിയായിട്ട് കാണാം. FIയും DISും ഒരേപോലെ സ്റ്റേക്ക് വർദ്ധിപ്പിച്ച മറ്റൊരു സ്റ്റോക്ക് വാരി എനർജീസ് ആണ്. FISന്റെ ഹോൾഡിംഗ് 0.15%, DISന്റെ ഹോൾഡിംഗ് 1.46% വർദ്ധിച്ചതായിട്ട് കാണാം. എന്നാൽ കഴിഞ്ഞ ഒരു മാസം ഈ സ്റ്റോക്ക് വലിയ റിട്ടേൺ നൽകിയിട്ടില്ല എന്ന് കാണാൻ കഴിയും. 0.96% മാത്രമാണ് ഓവറോൾ റിട്ടേൺ നമ്മൾ കാണുന്നത്. അപ്പോൾ ഏപ്രിൽ മാസത്തിൻ്റെ തുടക്കത്തിൽ നല്ല മുന്നേറ്റം നടത്തിയ ഒരു സ്റ്റോക്കായിരുന്നു. പക്ഷേ റിസൾട്ടിന് ശേഷം ഇപ്പോൾ ശക്തമായ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഈ സ്റ്റോക്കിൽ നടന്നതായിട്ട് കാണാം. എങ്കിലും സോളാർ മേഖലയിലുള്ള ആ ഒരു ആധിപത്യം നിലനിർത്താൻ ഈ സ്റ്റോക്കിന് കഴിയുന്നുണ്ട്. അത് അതിൻ്റെ ഒരു മൾട്ടി ബാഗർ പൊട്ടൻഷ്യൽ അതിപ്പോഴും നിലനിർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അടുത്തൊരു സ്റ്റോക്ക് FIA DIയും ഒരേപോലെ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ച സ്റ്റോക്ക് ഉഷ മാർട്ടിനാണ്. FIA ഹോൾഡിംഗ് 0.15%, DIA ഹോൾഡിംഗ് 0.7% വർദ്ധിച്ചതായിട്ട് കാണാം. കഴിഞ്ഞ ഒരു മാസം 11% റിട്ടേൺ ഈ സ്റ്റോക്ക് നൽകിയിട്ടുമുണ്ട്. അപ്പോൾ സ്റ്റീൽ വാർഡ്രോബ് മേഖലയിലെ വലിയ ഡിമാൻഡാണ്. അത് കാരണം ഈ കമ്പനിയുടെ ഓർഡർ ബുക്ക് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുമുണ്ട്. അതൊക്കെയാണ് ഈ സ്റ്റോക്കിലേക്കും സ്മാർട്ട് മണി അട്രാക്ട് ചെയ്യപ്പെടാനുള്ള ഒരു കാരണമായിട്ട് കാണുന്നത്. ഇപ്പോൾ ഇവിടെ പരാമർശിച്ച ഈ സ്റ്റോക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിമാദ്രി, വാരി എനർജി, ഉഷ മാർട്ടിൻ പോലെയുള്ള സ്റ്റോക്കുകൾ ഒരു ഗ്രോത്ത് സെഗ്മെന്റിലുള്ള സ്റ്റോക്കുകളാണ്. അതേപോലെ തന്നെ കോൾ ഇന്ത്യ, ഹിന്ദുസ്ഥാൻ സിങ്ക് പോലെയുള്ളത് സ്റ്റേബിൾ ഡിവിഡൻഡ് സ്റ്റോക്കുകളായിട്ടും കാണാവുന്നതാണ്. അതുപോലെ യെസ് ബാങ്കും ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയും ഒക്കെ ഒരു ടേൺ അറൗണ്ട് കമ്പനികളായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഏതായാലും ഇവിടെ പരാമർശിച്ചത് ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. നിങ്ങൾ കൂടുതലായിട്ടുള്ള റിസർച്ച് ഈ മേഖലയിൽ നടത്തേണ്ടതുണ്ട്. വേറെയും ധാരാളം സ്റ്റോക്കുകൾ ഇത്തരത്തിൽ FIA DIS ഹോൾഡിംഗ് വർദ്ധിപ്പിച്ച സ്റ്റോക്കുകൾ നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും. അപ്പോൾ ഈ സ്റ്റോക്കുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റുകൾ അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.